കാക്കനാട് ജയിലിനകത്തും പുറത്തും ഒരു രാത്രിയും പകലും നീണ്ട നാടകീയ സംഭവങ്ങൾ. ഹൈക്കോടതി ജാമ്യം നൽകിയിട്ടും പുറത്തിറങ്ങാതെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഷോ. കോടതി ഉത്തരവ് ഇത്രയ്ക്ക് ലഘുവായിട്ടാണോ എടുക്കുന്നത്, അതോ ഇതും അയാളുടെ കോമാളിത്തരമായി കാണണോ? ഒടുവിൽ ഹൈക്കോടതി ശക്തമായ താക്കീത് നൽകിയതോടെ മാപ്പും പറഞ്ഞ് ബോബി തടിതപ്പി. എന്തും വിലയ്ക്ക് വാങ്ങാമെന്നുള്ള ധാരണ വേണ്ടെന്നും കോടതിയോട് കളിക്കേണ്ടെന്നും ഹൈക്കോടതി ബോബിക്ക് മുന്നറിയിപ്പ് നൽകി. പിന്നാലെ ബോബി ചെമ്മണ്ണൂരിൻ്റെ നിരുപാധിക മാപ്പ് അംഗീകരിച്ച ഹൈക്കോടതി തുടർ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. ജാമ്യം ലഭിച്ചതു മുതൽ തികച്ചും നാടകീയ രംഗങ്ങളാണ് എറണാകുളം ജില്ലാ ജയിലിന് മുന്നിൽ അരങ്ങേറിയിരുന്നത്. ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാൻ കഴിയാത്ത തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ നടപടികൾ കോടതി ശ്രദ്ധിച്ചതോടെ കാര്യങ്ങൾ ഗുരുതരമായി. അപകടം മണുത്ത ബോബിയും കൂട്ടരും ഉടനെ പുറത്തിറങ്ങാനുള്ള ശ്രമം തുടങ്ങി. ജയിലിൽ നിന്ന് പുറത്തു വന്നതിനു ശേഷമുള്ള പ്രസ്താവനയും വിവാദമായി. ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ. ഇതിനിടെ കേസ് 2 തവണ പരിഗണിച്ച ഹൈക്കോടതി കടുത്ത വിമർശനമുയർത്തി. ഒരു വേള ബോബിയുടെ ജാമ്യം റദ്ദാക്കാൻ നോട്ടീസ് നൽകുമെന്നും ബോബി ചെമ്മണ്ണൂരിന്റെ നാടകമെന്നും നീതിന്യായ വ്യവസ്ഥയോടും ഹൈക്കോടതിയോടും വേണ്ട എന്നും ഹൈക്കോടതിയോട് യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു ബോബി ചെയ്തതെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ കുറ്റപ്പെടുത്തി. എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന ധാരണ വേണ്ട, നീതിന്യായ വ്യവസ്ഥയെ മാത്രമല്ല തനിക്കു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനെ കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ അപമാനിച്ചതെന്നും കൃത്യമായ മറുപടി ഇതിൽ വേണമെന്നും ഹൈക്കോടതി കർശന നിലപാടെടുത്തതോടെ സംഭവിച്ചു പോയ കാര്യങ്ങളിൽ ദുഃഖമുണ്ടെന്ന് നിരുപാധികം മാപ്പ് ചോദിക്കുന്നുവെന്നുമായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയെ അറിയിച്ചത്. തുടർന്ന് മാപ്പപേക്ഷ സ്വീകരിച്ച ഹൈക്കോടതി മുൻ നിലപാടിൽ അയവ് വരുത്തി ബോബി ചെമ്മണ്ണൂരിനെതിരായ നടപടികൾ അവസാനിപ്പിച്ചു. കോടതിയുടെ ഇടപെടൽ മൂലം ജയിലിൽ നിന്ന് ഇന്ന് രാവിലെ തിടുക്കത്തിൽ പുറത്തിറങ്ങിയതോടെ ബോബിക്ക് സ്വീകരണം നൽകാനെത്തിയവർ പെരുവഴിയിലായി. കൊണ്ടുവന്ന പടക്കവും പോലീസ് പിടിച്ചെടുത്തു. പിന്നെ പോലീസുമായി വാക്കേറ്റം നടത്തി അവർ മടങ്ങി. അദ്ദേഹം ജാമ്യം കിട്ടിയിട്ട് അവിടെ ജയിലിൽ കിടന്നാണ്. ആയിക്കോട്ടെ, അടുത്തൊരു കേസൂടെ ആയിക്കോട്ടെ. ഞങ്ങളുടെ പ്രസിഡന്റാണ് സ്വാഗതം ചെയ്യും. ഉൾപ്പെടെ ജയിലിൽ കിടന്നോളാം. ഞങ്ങൾ മാറ്റി പോകാൻ തയ്യാറാ. ഞങ്ങൾ പൊട്ടിച്ചിരിക്കും. ന്യൂസ് 18 കൊച്ചി.